ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വൈറലായ ചിക്കൻ റെസിപ്പിയാണ്. ടർക്കിഷ് ചിക്കൻ. എന്നും നമ്മൾ നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ ഗ്രേവി, ചിക്കൻ റെസിപ്പി അങ്ങനെയൊക്കെയല്ലേ ഇടുന്നത്. ഇത് കുറച്ചൊന്ന് മോഡേൺ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ലോങ് വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചു. അതിന് ശേഷം ഇതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ ഗരം മസാല പൊടി ഇട്ടിട്ട് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് കേടും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇത് ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. ഇനി ഒരു പാൻ എടുക്കുക. അതിലോട്ടേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ തന്നെ ചേർക്കണം കേട്ടോ, വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്. അപ്പോൾ ബട്ടർ തന്നെ ചേർക്കണം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ ചിക്കൻ എല്ലാം ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഷാലോ ഫ്രൈ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. ബട്ടർ കുറച്ച് നല്ലപോലെ തന്നെ എടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചിക്കനൊക്കെ ഇങ്ങനെ പാനിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് ബട്ടർ അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കണം. എന്നിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇടുക. ഏകദേശം ഒരു ഭാഗത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് തിരിച്ചിടുക. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയാൽ മൊത്തം ടേസ്റ്റും അങ്ങ് മാറും കേട്ടോ. ഇപ്പൊ ഞാൻ പിന്നീട് കുറച്ചുകൂടെ ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഓയിൽ പോലെ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേറെ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ചായപാത്രമോ ചീനച്ചട്ടിയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊന്ന് മെൽറ്റ് ആവട്ടെ. അതിനുശേഷം നമുക്ക് ഒരു 5-8 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് വേണം ഇട്ട് കൊടുക്കാൻ. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തിളപ്പിച്ചാറിയ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലോട്ടേക്ക് ഒഴിക്കുക. ഏകദേശം ഒരു 2 ഗ്ലാസോളം മതി കേട്ടോ. പിന്നെ ചിക്കൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ കുറച്ച് മിൽക്കിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറി ഒന്ന് തിക്കായിട്ടും കൂടി വരുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കട്ടയൊന്നും പിടിക്കരുത് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചില്ലി ഫ്ലേക്സ്, പിന്നെ ഓറിഗാനോ, പിന്നെ പെപ്പർ പൊടി. അപ്പോൾ ഇത് 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം തന്നെ ഇത് തിക്കായിട്ട് വരുന്ന കാണുന്നില്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. കോൺഫ്ലോർ ഒഴിച്ചതാണല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ഇത് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലോ ടൊമാറ്റോ കെച്ചപ്പ്. അതിലോട്ടേക്ക് കുറച്ച് ചില്ലിപ്പൊടിയും കാശ്മീരി ചില്ലിയും കൂടിയും ചേർത്ത് മിക്സ് ചെയ്ത് തിക്കായിട്ട് ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ സവാള അരിഞ്ഞത്, ഒരു ചെറിയ സവാള വലുതായിട്ട് ഇങ്ങനെ അരിയണം. അതിനുശേഷം ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. ചിക്കൻ കുറവാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതൊക്കെ. ഇനി ഇതൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കാം നമുക്ക്. അപ്പോൾ എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ ഈ ചിക്കനും ആ ചാറും കൂടി നല്ല എന്താ പറയുക ഒന്ന് സെറ്റായി വരണം. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു ചീസ് അങ്ങനെ ഇടുന്നതിനും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടുന്നേ ഉള്ളൂ. 1 ചീസോ 2 ചീസോ കൂടുതൽ ചീസ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് 1 മാത്രമാണ് ഇട്ട് കൊടുത്തത്. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം.
കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ 1.5 ബൗള് മൈദ എടുത്തിട്ടുണ്ട്. 1.5 ബൗളാണ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉപ്പ്, നെയ്യ്, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട അടിച്ചത് അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചേർത്താൽ മതി. നെയ്യ് കൂടുതൽ ചേർക്കുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അധികം വെള്ളമാകരുത്, അധികം ലൂസാകരുത്. ഏകദേശം ഇതേപോലെ കുഴച്ചെടുക്കാം. ഇനി ഇത് കുറച്ച് ടൈം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം. ആദ്യം ഇങ്ങനെ ഓരോ ഉരുളകളാക്കി റെഡിയാക്കി എടുത്തതിന് ശേഷം കൈ കൊണ്ട് പരത്തുക കേട്ടോ. അങ്ങനെ 7 ഉരുളകളാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുണ്ടാവും. മൈദയാണല്ലോ പെട്ടെന്ന് ഡ്രൈ ആകും. നല്ല ഓയിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈനെ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. ചപ്പാത്തി കോലുകൊണ്ട് പരത്തുമ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കൈനെ കൊണ്ട് പരത്തുന്നതാണ് നല്ലത്. ഇനി പാനിലോട്ടേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡിയായി. ഇനി അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ, പെട്ടെന്നൊക്കെ ഉണ്ടാക്കാം. ചിക്കൻ ആയാലും പൊറോട്ട ആയാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ രാത്രിയുള്ള ഡിന്നർ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ടർക്കിഷ് ചിക്കൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. മോശമില്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. എന്നും നമ്മൾ ചിക്കൻ ഗ്രേവി, നാടൻ ചിക്കൻ, എന്താ പറയുക, മസാലകളൊക്കെ ഏകദേശം ഒരേപോലെയല്ലേ. അപ്പം ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ക്യാപ്സിക്കമും ഉള്ളിയും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളല്ലേ. നമ്മൾ ചിക്കനൊക്കെ വാങ്ങിയാൽ കുറച്ച് അതിൽ നിന്ന് മാറ്റി വയ്ക്കുക, എന്നിട്ട് പിറ്റേന്നൊക്കെ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഡിന്നർ ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇന്നൊരു വെറൈറ്റി ആയ ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ല റെസിപ്പിയുമായി കാണാം. ബൈ.